ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന സാധനങ്ങൾ മാത്രമാണ് വേണ്ടത്. ഞാൻ എല്ലാം അരിഞ്ഞ് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സോ ഞാൻ ചേരുവകൾ ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോവാം ഞാൻ എന്തൊക്കെയാണ് ചേർക്കണമെന്നുള്ളത്. സോ ആദ്യം തന്നെ ഞാനൊരു കുക്കർ എടുത്തു. കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. കുക്കറിൽ എല്ലാം കൂടെ ഇട്ട് അങ്ങനെ മിക്സാക്കി അങ്ങനെയല്ല ഞാൻ ചെയ്യണേ. കുക്കർ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അല്പം വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് നമ്മൾ കടുകൊന്നല്ല പൊട്ടിക്കണേ, വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് എന്താ പറയുക, കുറച്ച് കറുകപ്പട്ട, ഒരു കഷ്ണം കറുകപ്പട്ട, അതേപോലെ ഗ്രാമ്പൂ, കുരുമുളക്, ഏലക്ക, ഈ 4 സാധനങ്ങൾ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കും. ഭയങ്കരമായിട്ട് മൂപ്പിച്ച് ഭയങ്കര സ്മെല്ലൊന്നും വരത്തണ്ട നിങ്ങൾ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, സവാള, ബീൻസ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഓക്കെ, ഇത്രയും സാധനങ്ങളാണുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു. അതും ഇതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ ഇതിനകത്ത് വെള്ളം ഉപയോഗിക്കുന്നില്ല, ഒരു തരി പോലും വെള്ളം ഉപയോഗിക്കുന്നില്ല. സോ ഉപ്പും ആവശ്യത്തിന് വേണ്ട ഉപ്പും ഇട്ടതിന് ശേഷം തേങ്ങാപ്പാൽ, ഞാൻ തേങ്ങ ചിരണ്ടി മിക്സിയിലടിച്ച് പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നത് തേങ്ങാപ്പാലാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ നല്ല മുങ്ങി കിടക്കുന്ന രീതിയിൽ ഞാൻ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. അത് അങ്ങോട്ട് കണ്ടോ, എൻ്റെ കഷ്ണങ്ങളെല്ലാം മുങ്ങുന്ന രീതിയിൽ തേങ്ങാപ്പാൽ എനിക്കുണ്ട്. സോ ഞാൻ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലും പിന്നെ വെള്ളം വറ്റിക്കാം എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിക്കാം, ഓക്കെ. അതിന് ശേഷം ഞാൻ ഇതിനകത്ത് മുളക് പൊടി എന്നുള്ള സാധനം ഉപയോഗിക്കില്ല. നമ്മൾ പച്ചമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ എനിക്കൊരിത്തിരി എരിവ് വേണ്ടത് കൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇടാം. നമ്മൾ മുളക് പൊടി ഇടില്ല, കുരുമുളക് പൊടി ഇടാം. അപ്പോൾ ഇത് നന്നായിട്ടൊരു 2 വിസിൽ, ഓക്കെ, 2 അല്ലെങ്കിൽ 3 വിസിൽ അടിച്ചോട്ടെ, കുഴപ്പമില്ല. കാരണം ക്യാരറ്റൊക്കെ ഞാൻ നന്നായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് വിസിലടിച്ചു. അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഇത്തിരി വെള്ളം കൂടുതലായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ വെള്ളം കുറയ്ക്കാൻ വേണ്ടി നോക്കിക്കുന്നുണ്ട്. നമ്മുടെ കറി റെഡിയാണ്. ഇത് നല്ല സൂപ്പറായിട്ടുള്ള ഇഷ്ടമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, ആസ്വദിക്കുക.